8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓണത്തിനൊരു സദ്യ നടത്തുകയുണ്ടായി. സദ്യക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു, പായസം വിളമ്പി. അപ്പോൾ പായസം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ഇലയൊക്കെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ എടുത്തു വെച്ചിട്ട് തടുത്തു കൂട്ടിയ പായസം വളരെ ധൃതി വെച്ച് പെട്ടെന്ന് കഴിച്ചു തീർക്കാൻ ശ്രമിച്ചു. കാരണം പായസം ഇങ്ങനെ ഇലയിൽ നിന്ന് താഴേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി ധൃതി വെച്ച് വളരെ ഫോക്കസ്ഡായിട്ട് പെട്ടെന്നിരുന്ന് കഴിച്ചു. ഇത് കണ്ടിട്ട് ചുറ്റുപാടുമുള്ള കൂട്ടുകാരെല്ലാം കൂടെ കളിയാക്കാൻ തുടങ്ങി. അധ്യാപകരും ഈ കളിയാക്കലിൽ ഒപ്പം അങ്ങ് ചേർന്നു. ഇദ്ദേഹത്തിനൊരു പ്രത്യേക പേരും ഒരു കളിയാക്കി. ഇദ്ദേഹം അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നുള്ള ധ്വനി വരുന്ന ഒരു ഇരട്ടപ്പേരും ഇദ്ദേഹത്തിന് വീണു. ഇതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ഈ പബ്ലിക് പ്ലേസിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ആശങ്ക വന്നു തുടങ്ങിയത്. അദ്ദേഹത്തെ വളരെ തീവ്രമായ ഉത്കണ്ഠയാണ് ഈ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകി. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഉത്കണ്ഠ കുറയ്ക്കാൻ, സാമൂഹിക ഉത്കണ്ഠ കുറയ്ക്കാനുള്ള ചില മനഃശാസ്ത്ര ചികിത്സകളുണ്ട്. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് ആ ചികിത്സാ രീതികൾ നൽകിയപ്പോൾ ക്രമേണ അദ്ദേഹത്തിൻ്റെ ഈ ഭക്ഷണം കഴിക്കാനുള്ള ആശങ്കയും ഭയവും ഒക്കെ മാറി. ഒടുവിൽ ഏതാണ്ട് ഒരു 6 മാസത്തെ ചികിത്സയ്ക്കൊടുവിൽ അദ്ദേഹം പൊതുസ്ഥലത്ത് വെച്ച് ധൈര്യമായി ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ എത്തിച്ചേർന്നു.